എൻ്റെ ഈ സ്ഥലം ഒന്ന് അളക്കാൻ വേണ്ടി ഞാനൊരു ടോട്ടൽ സെഷൻ സർവേ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്കിന്ന് പോകാം. ടെക്നിക്കൽ ചാനലിൽ ആയിരിക്കും നമുക്കിത് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ടോട്ടൽ സെഷൻ സർവേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഒരു മോട്ടീവുള്ളൊരു കമ്പനിയാണ്, അത് സർവേ കമ്പനിയാണ്. അവർ വന്നിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എത്തിയുള്ളൂ. അപ്പോൾ അവരിപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള അതിൻ്റെ ആൾ ഇപ്പോൾ കുറച്ചൊന്ന് വിവരിച്ച് തരും. പിന്നെ നമുക്ക് ആ ഒരു പ്രൊസീഡിങ്സ് എങ്ങനെയാണെന്നുള്ളതെന്ന് കണ്ടുനോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ടോട്ടൽ സെഷൻ സർവേ അല്ല. ആക്ച്വലി ഞാനങ്ങനെ വിചാരിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് ആക്ച്വലി DGPS എന്ന് പറയും, ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്ന് പറയും. പുതിയ സിസ്റ്റമാണെന്നാണ് പറയുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിലൊരു ബേസ് ഉണ്ട്, ഒരു റോവറുണ്ട്, കൺട്രോളറുണ്ട്. അപ്പോൾ ഈ ബേസാണ് നമ്മളിപ്പോൾ ഈ ഒരു ട്രിപ്പോഡിൽ വച്ചേക്കുന്നത്. ആദ്യം ബേസ് കൊണ്ട് വയ്ക്കും. പിന്നെ പുള്ളിയുടെ കയ്യിരിക്കണ വേറൊരു സ്റ്റിക്ക് പോലെ സാധനമാണ് റോവർ എന്ന് പറഞ്ഞത്. പിന്നെ ഇങ്ങനെ കയ്യിരിക്കുന്ന ആ ഒരു മൊബൈലുള്ള സാധനമാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം ഈ മൂന്നും കൂടിയിട്ടാണ് ഈ സംഭവം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ലെവൽ സർഫസിൽ വച്ചിട്ട്, അതായത് ബേസ് ലെവൽ സർഫസിൽ വെച്ചിട്ട് ഒരു ഓപ്പൺ ഏരിയ ആയിരിക്കണം. കാരണം സാറ്റലൈറ്റ് കണക്ഷൻ വരണം. അപ്പോൾ ഈ ബേസിന് കണക്ഷൻ വരാൻ വേണ്ടിയാണ് ഓപ്പൺ ഏരിയ വന്നേക്കണം. ഇവിടെ ഒരു സ്പിരിറ്റ് ലെവൽ വയ്ക്കും. ആ സ്പിരിറ്റ് ലെവലൊക്കെ കറക്റ്റായിട്ട് ശരിയാക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ ഒരു അടിയിലേക്കുള്ള എത്ര ഹൈറ്റ് എന്നുള്ളത് എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടാണ് ഈ നമ്മുടെ കൺട്രോളറും റോവറുമായിട്ട് നടക്കും. നമ്മുടെ ഏരിയയ്ക്ക് ചുറ്റും നമ്മൾ ഓരോ പോയിൻ്റ് വെച്ച് നടക്കും. ആ പോയിൻ്റ് എവിടെയൊക്കെ കർവുണ്ടോ അവിടെയൊക്കെ ഒരു പോയിൻ്റ് വയ്ക്കും. അങ്ങനെ എല്ലാ പോയിൻറ്റിലും ഇങ്ങനെ പോയിൻ്റ് വെച്ച് ജസ്റ്റ് വയ്ക്കുക. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ അവിടെ ഫിക്സായി. ഈ കൺട്രോളറിലേക്ക് കറക്റ്റായിട്ട് ആ പോയിൻ്റ് കയറും. ആ പോയിൻ്റുകൾ കൂട്ടുമ്പോൾ തന്നെ നമ്മുടെ ശരിക്കും ഒരു ഡ്രോയിങ് ആയി കഴിയും. ഇതാണ് കൺട്രോളിൻ്റെ പോയിൻ്റ് കയറിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെ വയ്ക്കുന്നു അപ്പോഴൊക്കെ ആ പോയിൻ്റ് ഇതിനുള്ളിൽ കയറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെച്ചാൽ വളരെ എളുപ്പത്തിലാണ്. ചുമ്മാ ഒരു ബേസ് അവിടെ വയ്ക്കുന്നു, പിന്നെ ഈ കൺട്രോളർ റോവറായിട്ട് നടക്കുന്നു. റോവർ എല്ലാ സ്ഥലത്തും കുത്തുന്നു. ആ കുന്നനുസരിച്ചിട്ട് കൺട്രോളറിലുള്ള പോയിൻ്റ് വരുന്നു. എല്ലാം സാറ്റലൈറ്റ് പിടിക്കാൻ ഓർക്കുക. അങ്ങനെ ഈ ഒരു ഏക്കർ കൂടുതൽ ഭൂമിയൊക്കെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് വേഗം ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഇതും പിടിച്ച് നടന്നാൽ. ഇനി നമുക്ക് കൺട്രോളിൻ്റെ ഉള്ളിലെ ആ പോയിൻ്റുകൾ കാണാം. ഇതാണ് ആ പോയിൻ്റുകൾ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ ഡ്രോയിങ് ആയിട്ട് മാറി. എന്നിട്ട് ഓട്ടോകാഡ് മാറ്റാം, PDF ആയിട്ട് മാറ്റാം. ഇതേത് ഇൻസ്ട്രുമെൻ്റ് പേര് പറയാം? DGPS അല്ലേ? മീൻസ് കമ്പനിയുടെ പേര് ജിൻഡെക്. ഡിജിറ്റൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം, ഡിഫറൻഷ്യൽ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം എന്നാണ് ഫുൾ നെയിം. അപ്പോൾ ഇതിന് ടോട്ടൽ സെഷനായിട്ട് വ്യത്യാസം സ്റ്റാർട്ട് ചെയ്തത് ചൈനയിൽ നിന്നൊക്കെയാണ്. ചൈനയിൽ നിന്ന് അത് ടേപ്പ് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് തോന്നുന്നു. ചെയിന്, ടേപ്പിൽ നിന്ന് പിന്നെ കോമ്പസിൽ നിന്ന് തിയോഡലൈറ്റ്, പ്ലെയിൻ ടേബിളിൽ നിന്ന് ലെവല് കഴിഞ്ഞ് തിയോഡലൈറ്റ്, അത് കഴിഞ്ഞ് ടോട്ടൽ സെഷൻ വന്ന്. അപ്പോൾ അത് കഴിഞ്ഞുള്ള അപ്ഗ്രേഡ് വെർഷനാണ് വരുന്നത് DGPS കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം ടോട്ടൽ സെഷൻ. ഇതും വ്യത്യാസം എന്താ, ഡിഫറൻസ് പറയാമോ? ഏകദേശം വലിയ ടോട്ടൽ സെഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടൈം ഒരുപാട് എടുക്കും. ഒന്നാമത്തെ കാര്യം ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും DGPS ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഇപ്പം ടോട്ടൽ സെഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഷിഫ്റ്റിങ്ങിൽ നമുക്ക് 3 mm വെച്ച് നമ്മൾ ഒരു 10 ഷിഫ്റ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് 3 സെന്റിമീറ്ററിന്റെ വേരിയേഷൻ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരിടത്ത് സെറ്റ് ചെയ്ത് ഒറ്റ സെറ്റിങ്സിലാണ് നമ്മൾ എടുക്കുന്നത്. ഒറ്റ സെറ്റിങ്സിൽ എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി DGPS എല്ലാം പറയുന്നത് ഒരു സെന്റിമീറ്ററിന് താഴെയാണ് ഹൊറിസോണ്ടൽ പറയുന്നത്. നമുക്ക് 7 mm ആണ്, ഈ മിഷന് 7 mm ആണ് പറയുന്നത്. ഈ 7 mm തന്നെ അക്യുമുലേറ്റ് ചെയ്ത് ഫുള്ള് വരുന്നത്. അതായത് 7 mm തന്നെ ക്ലോസ് ആവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും 7 mm തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത് ആ എറർ. അപ്പം ടോട്ടൽ സെഷൻ ആകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ 1 mm സെറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു വലിയ പ്ലോട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പോർഷനിൽ നിന്ന് വേറൊരു പോർഷൻ വരെ കാണാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതെ, ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 1 ഏക്കർ നമ്മൾ ജസ്റ്റ് ഒന്ന് അളന്നു. ആ 1 ഏക്കർ അളക്കാൻ നമുക്ക് മാക്സിമം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ. മറ്റേതാണെന്നുണ്ടെങ്കിൽ 1 ഡേ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ എടുക്കും ഇതുപോലുള്ള ഏരിയകളിൽ. ഇതിൽ നമുക്ക് ലെവൽ ഡിഫറൻസ് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? ലെവൽ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ സെറ്റ് ചെയ്യണ ഫസ്റ്റ് നമ്മൾ ലെവൽ സർഫസിൽ വെച്ച് ഓൾമോസ്റ്റ് ഓപ്പൺ ആയിട്ടൊരു ഏരിയയിൽ വെച്ചിട്ട് ലെവൽ വെച്ചിട്ട് ലെവൽ നമ്മുടെ ഇതിൽ നോക്കി, ലെവലിൻ്റെ സ്പിരിറ്റ് ലെവൽ നോക്കിയിട്ട് അല്ലേ, സ്പിരിറ്റ് ലെവൽ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എടുക്കൂലേ? അതെ, ആണോ? ഇവിടെ മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിംഗ് ആയിട്ട് ഉള്ള ഗ്രൗണ്ടിൽ നിന്നുള്ള ലെവലൂടെ എടുക്കും. നമുക്ക് ഇതിനകത്ത് ഓൾറെഡി സോണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോണ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺട്രി ആണെങ്കിലും ഓരോ സ്റ്റേറ്റ് ആണെങ്കിലും നമ്മൾ സോണ് ബേസിലാണ് തിരിച്ചിട്ടിട്ടുള്ളത്. അതിൽ നമ്മളെ സോൺ എന്ന് പറയുന്നത് 43 എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ സോൺ അതുപോലെ തന്നെ മീൻസി ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും. MSL സെറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏകദേശം ഇവിടുത്തെ ഒരു ലെവൽ
എത്ര ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അതായത് കടലിൽ നിന്ന് സീ ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഏകദേശ ലെവൽ കിട്ടും. അതിനകത്ത് നമ്മൾ ഈ ഹൈറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് എല്ലാം കിട്ടും. ഓൾമോസ്റ്റ് സീ ലെവൽ തന്നെ പറയാൻ പറ്റും. എല്ലാം ഇവിടെ ഇപ്പോൾ ഏകദേശം എത്ര ഉണ്ടെന്ന് അറിയോ? ഇവിടുത്തെ സീ ലെവൽ എത്ര ഉണ്ടെന്ന് അറിയോ? ഇവിടുത്തെ ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ താഴെ എടുത്ത പോർഷനിലൊക്കെ 47 വരുന്നത്. നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന പോർഷൻ വരുന്നത് മീറ്ററാണ്, 47 മീറ്റർ. ഇത് 52 വരുന്നത്. ഈ പോർഷൻ നിൽക്കുന്നത് 52 സീ ലെവലിൽ നിന്ന്. അത് നമ്മളെ 47 വരുന്നത് താഴെ ഹൈറ്റ് അനുസരിച്ച് മാറിക്കൊണ്ട്. ഇതെല്ലാം സാറ്റലൈറ്റ് ഒഴിക്കാൻ വരുന്നത്. എല്ലാം സാറ്റലൈറ്റ്. അപ്പൊ സിസ്റ്റം എന്ന് വെച്ചാൽ ഇതാണ് ഇവിടുത്തെ മേജർ സംഭവം. ഇതാണ് ഇതിലേക്കാണ് സാറ്റലൈറ്റ് ഫിറ്റ് ചെയ്യുന്നത്. രണ്ട് പാർട്ടാണ്. ഇത് ബേസ് എന്ന് പറയും, ഇതിനെ റോവർ എന്ന് പറയും. ഇത് രണ്ടും കൺട്രോളാണ്, ഇന്റർചേഞ്ച് ചെയ്യാം. ഇതിപ്പോ നമ്മളെ ലേറ്റസ്റ്റ് മോഡലാണ് G40+ എന്ന് പറഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് മോഡലാണ്. ഇതെന്ന് പറയുമ്പോൾ ഇത് മേളിലോട്ട് ആന്റിന പോകുന്നത്. ഇത് 5 വോൾട്ട് റേഡിയോ ആണ്. ഇതെന്ന് പറയുന്ന 1 വോൾട്ട് റേഡിയോ ആണ്. 5 വോൾട്ട് റേഡിയോ ആകുമ്പോഴത്തേക്ക് നമുക്ക് 10 to 20 കിലോമീറ്റർ റേഡിയസിൽ കവർ ചെയ്യാൻ പറ്റും. നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് റേഡിയോ മോഡിൽ. അതേ കണക്ക് 1 വോൾട്ട് റേഡിയോ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 10 കിലോമീറ്റർ റേഡിയസിൽ കവർ ചെയ്യാം. നിലവിൽ ഇത് 10 കിലോമീറ്റർ വരെ പോകും. ഇത് 10 കിലോമീറ്റർ. ഇത് ബേസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 കിലോമീറ്റർ. അപ്പോൾ ഈ 20യുടെ ബേസും കിട്ടും. അല്ല, ഇത് ബേസ് വെക്കുകയാണ്. ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 കവർ ചെയ്യാം. അത് ബേസ് വെക്കുകയാണെങ്കിൽ 10, ഇതാകുമ്പോൾ 20 അങ്ങനെ. ഇതിപ്പോൾ വാട്ടർ പ്രൂഫ് ആണല്ലോ? അതെ, വാട്ടർ പ്രൂഫ് ആണ്. ഇത് സാറ്റലൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണക്ഷൻ പോകുന്നു. സിം കണക്ട് ചെയ്യാൻ പറ്റും. സിം കണക്ട് ചെയ്യാൻ നമ്മളെ ചാർജിംഗ് പോർട്ടുകളെല്ലാം വരുന്ന സി പോർട്ടുകളാണ്. പിന്നെ ഇതിനകത്ത് ഒരു ക്യാമറ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. AI ക്യാമറ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ലേറ്റസ്റ്റ് മോഡലായത്. ഇതിൽ AI ക്യാമറ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. നമുക്കിപ്പം ഒരു പോയിന്റ് ജസ്റ്റ് നമ്മൾ എടുത്ത ഡ്രോയിങ് ആണിത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡ്രോയിങ് എല്ലാം ഇതിൽ കാണാം. ടോട്ടസേഷൻ ആണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്താലൊക്കെ നമുക്ക് ഡ്രോയിങ് കാണാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് ഓഫ്സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെല്ലാം ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിൽ ഓട്ടോമാറ്റിക്കലി ക്യാഡ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പോയിന്റ് സെറ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ പോലും പോയിന്റ് സ്റ്റേക്ക് ഔട്ട് എടുത്ത് ജസ്റ്റ് നമുക്ക് ഈ ഒരു ബേസ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ AI ക്യാമറ അടക്കം ഓൺ ആവും. വ്യൂ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ഒരു സെക്കൻഡ്, ഇതിപ്പോൾ കാണാൻ പറ്റും. Fixed ready. Internal radio. Current work motor over. സാറ്റലൈറ്റ് ഇമേജ് ആണോ? അതെ, കണ്ടോ? ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്യാമറ ഓൺ ആയി. ക്യാമറ ഓൺ ആയത് ഇതിന്റെയാണ്. ഞാൻ കൈ ഇവിടെ വെക്കുമ്പോൾ അത് നമുക്ക് ഈ സ്ക്രീനിൽ കൂടെ തന്നെ കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ഞാനിപ്പോ ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് ആണ് കൊടുത്തത്. ഇപ്പൊ ടിൽറ്റ് ഓൺ ആണ്. ടിൽറ്റ് ഓൺ ആകുമ്പോഴത്തേക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിൽറ്റ് ആകുമ്പോഴത്തേക്കും ബോട്ടത്തിലെ പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. 60 ഡിഗ്രി വരെ നമുക്ക് ടിൽറ്റ് ഉണ്ട്. അപ്പൊ ടിൽറ്റ് ഓൺ ആവുന്ന സമയത്ത് നമുക്ക് ബോട്ടം പോയിന്റ് ആയിരിക്കും കിട്ടുന്നത്. ടിൽറ്റ് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് പോർഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതിപ്പം ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ ടിൽറ്റ് ഉള്ളതിന്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഔട്ട് പോയിന്റ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയാണെന്നുള്ള നമ്മൾ വേഗം കിട്ടും. ഇതിന് ഓൾമോസ്റ്റ് എത്ര കോസ്റ്റ് ഉണ്ടാവും പറയാൻ പറ്റും? ഏകദേശം ഇതിന് നമുക്ക് 595 വരുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇപ്പോൾ സെയിൽ ചെയ്യുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, ഏറ്റവും വില കുറവും ഏറ്റവും കൂടുതൽ വാറന്റി ഉള്ളതും നമ്മളതിനാണ്. ബാക്കി എല്ലാ മെയ്ഡ് ചൈനയാണ്. പക്ഷെ ഇപ്പം മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകളും 1 ഇയർ വാറന്റിയാണ് കൊടുക്കുന്നത്. നമ്മൾ പക്ഷേ 4 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. 4 വർഷത്തെ വാറന്റിയും സർവീസും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഹെഡ് ഓഫീസ് വരുന്നത് ഹൈദരാബാദാണ്. ബ്രാഞ്ച് ഓഫീസ് എറണാകുളം ഉണ്ട്, ഈറോഡ് ഉണ്ട്. സിൽ അസോസിയേറ്റ്സ് ആണ്. ഇത് മാനുഫാക്ചറിംഗ് ഇല്ല, മെഷീൻ വാങ്ങിക്കല്ലേ? വാങ്ങിക്കണം. സർവേ ഉണ്ട്, നമുക്ക് സെയിൽസും ഉണ്ട്. ഇതിന് സെയിൽസും ഉണ്ട്. ഇതിന് സെയിൽസും ഉണ്ട്, സർവേ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിപ്പാടാണ്. ഹരിപ്പാടും ഉണ്ട്, പാലാരിവട്ടം. ടോട്ടസേഷൻ DGPS അതൊരു പാക്കേജാണ്. ടോട്ടസേഷൻ DGPS ഓട്ടോ ലെവല്, പിന്നെ സർവേ CAD എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, കോണ്ടൂറിങ്ങിന് ഒക്കെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, പിന്നെ 2D CAD, ഓട്ടോ CAD. 2 മാസത്തെ കോഴ്സാണ് വരുന്നത്. ഫീസ് വരുന്നത് 15 വരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് വന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും
ശരിക്കും പറഞ്ഞാൽ ഒരു ഏക്കർക്ക് കവർ ചെയ്യാൻ ആക്ച്വലി ഒരു അരമണിക്കൂർ മാക്സിമം, അതിൻ്റെ അപ്പുറം വേണം. ഒരു ദിവസം മറ്റേ ടോട്ടലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അല്ല ഇതിൽ പറയാൻ പറഞ്ഞത് ഇത് ഇത് സെൻട്രൽ പോയിന്റ്, ഇത് നമ്മൾ ഓരോ സ്ഥലത്ത് കുത്തി പോകും. നമ്മൾ തന്നെയാണ് വീഡിയോ എടുത്തത്. അതായത് കുത്തി പോകുമ്പോൾ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇന്നുള്ളൂ. നമ്മൾ ആദ്യം കൺട്രോളറും ബേസും കൂടെ കണക്ട് ചെയ്യുന്നത്, പിന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് റോവറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ കൺട്രോളർ ബേസും റോവറുമായിട്ടായിരിക്കും കണക്ഷൻ. സാറ്റലൈറ്റ് ഫുള്ള് പിടിക്കുന്നത് ബേസിലായിരിക്കും. അതിന്നിട്ട് ഇതിൽ നിന്ന് റോവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്താണ് കൊടുക്കാറ്. നമുക്ക് ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കൺട്രോളറും ഇതുമായിട്ടാണ്. ഇതുകൂടെ ഒരു 100 മീറ്റർ വരെ ദൂരത്തിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. വൈഫൈ കണക്ഷൻ ആണല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക് പോയിന്റ് വരുന്നു, പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നു, പിന്നെ ഡ്രോയിങ് എടുക്കുന്നു. നമുക്ക് ഇതിനകത്ത് തന്നെ ക്യാഡ് ഉണ്ട്. ആ ക്യാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും, ഏരിയ എടുക്കാൻ പറ്റും. അത് കണക്ക് തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു ഓഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഔട്ട് ആയാലും എന്തൊരു ഓപ്ഷനും ഒരു 2 പോയിന്റ് ഉണ്ട്. അതൊരു ലൈൻ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ലെങ്തൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് നമ്മൾ ക്യാഡിലുള്ള ഓട്ടോമാറ്റിക്കലിയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മളൊരു സർവേ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും നമ്മളിവിടെ ക്യാഡിൽ കിട്ടാറ് നമുക്ക് പിന്നെ ഈ ഉള്ളിലെ ഡിവിഷൻ എപ്പോഴും മാറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടംപോലെ മാറ്റുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓട്ടോ കാർഡിൻ്റെ ഒരു ഡ്രോയിങ് തരും, അതിൻ്റെ കൂട്ടത്തിൽ PDF തരും. ഓക്കെ താങ്ക് യു. നമ്മളെ കമ്പനി നെയിം സിൽ അസോസിയേറ്റ്സ് എന്നാണ്. സിൽ അസോസിയേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. നമുക്ക് എറണാകുളമാണ് നമ്മളെ മെയിൻ ഓഫീസ്. ബ്രാഞ്ച് ഓഫീസ് വരുന്നത് ബ്രാഞ്ച് ഓഫീസ് വരുന്നത് ഹരിപ്പാട് വരുന്നുണ്ട്, ആലപ്പുഴ ഹരിപ്പാട് വരുന്നുണ്ട്, അതുപോലെ ഈറോഡും വരുന്നുണ്ട്.